ഹലോ മക്കളെ, വിഷുമായ ടീച്ചറാണ്. അപ്പോൾ അടിപൊളിയായി നമ്മൾ ഓണപരീക്ഷകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാ, തകർത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മലയാള സെക്കൻഡിൻ്റെ പരീക്ഷയാണ്. അതും നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് എഴുതും. അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു സമാധാനം, സന്തോഷമൊക്കെ നിങ്ങൾക്കുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ മുമ്പിലുണ്ട് അല്ലേ. ഓണം ആഘോഷിക്കണം, സദ്യയുണ്ട്, ഓണക്കോടി, അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെക്കേഷൻ്റെ സമയത്ത് ചിലപ്പോൾ പഠനത്തിൻ്റെ കാര്യം എന്താണ്, ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ ഫുൾ ടൈം ഇനിയുള്ള 10 ദിവസം കുത്തിയിരുന്ന് പഠിക്കണമെന്നൊന്നും അല്ല ടീച്ചർ പറയുന്നത്. നമ്മൾ പഠിച്ച സമയത്ത്, പരീക്ഷ എഴുതിയ സമയത്ത് ചില വിഷയങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ചില പരീക്ഷകൾ ചിലപ്പോൾ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടാവും. എവിടെയൊക്കെയോ നന്നായിട്ട് കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ, ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല മാർക്ക് വാങ്ങായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടോ? നേരത്തെ പഠിക്കായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനിയും ഒരുപാട് സമയം നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു വരുന്നത്, ഇനി നമുക്കുള്ളത് ഏത് പരീക്ഷയാണ്? നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് അല്ലേ. ക്രിസ്മസ് എക്സാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമുക്ക് ഇനി 1-2 മാസങ്ങളിലെ കൂടി പോയാൽ എന്താണ്, 2.5 മാസമൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ക്ലാസ്സുകൾ കിട്ടുള്ളൂ. മാത്രമല്ല ഇനി നമ്മുടെ കലോത്സവം, സ്പോർട്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നത് എപ്പോഴാണ്? ഇനി ക്രിസ്മസ് എക്സാമിൻ്റെ മുമ്പുള്ള മാസങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് എന്താണ്, തീർച്ചയായിട്ടും വളരെ കുറവ് ക്ലാസ്സുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സിലബസ് അതിൻ്റെ ഉള്ളിൽ തീരണമെന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലേ, ഈ പറയുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ്, ഞങ്ങളിവിടെ എപ്പോഴും ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ ബാച്ചുകളിൽ, നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി പരീക്ഷാക്കാലത്ത് എന്താണ് കണ്ടതാണ്, സൈലം എത്രത്തോളമാണ് നിങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്, എത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ ലൈവുകളിൽ പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ മക്കൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ പുതിയ ബാച്ച് എന്ത് ചെയ്യാണ്, ഇപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളെപ്പോഴും അല്ലേ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സപ്പോർട്ട് കിട്ടുമ്പോഴല്ലടാ നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെ, പഠിക്കുക എന്ന് ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ലളിതമായിട്ട് ഈ രീതിയിൽ പഠിക്കാം എന്ന് കുറേ സജഷൻസ് ഒക്കെ വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ ഒരു ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയല്ല, വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം, ആഘോഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ എന്താണ്, നമ്മൾ പഠനത്തേക്കും ചെറിയ രീതിയിൽ അല്ലേ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ഇനി പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് അവെയർ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞു വരുന്നത് നമ്മുടെ ബാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വേഗം നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് നമുക്ക് സൈലത്തിൻ്റെ കൂടെ പഠിക്കണം. മലയാള സെക്കൻഡ് ഇനി പരീക്ഷ ബാക്കിയുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യണടാ, ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. ബൈ.